ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് DTP മലയാളം ടൈപ്പിംഗ് സെക്കൻഡ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സ്വരാക്ഷരങ്ങളായിരുന്നു. കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട്, കണ്ടവരത് ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്. വ്യഞ്ജനാക്ഷരങ്ങൾ, ക മുതൽ ഹ വരെയുള്ള അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ ആദ്യം ബോർഡിൽ എഴുതാം, അതിനുശേഷം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന് മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതിൻ്റെ റീക്യാപ്പ് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇത് സ്വരാക്ഷരങ്ങൾ. ഷിഫ്റ്റ് പ്ലസ് ഡി ആ, ഷിഫ്റ്റ് പ്ലസ് ഇ ആ, എഫ് ഇ ആർ ഇ, ജി ഉ, ടി ഉ, ദെൻ ഈക്വൽസ് റ്, സെഡ് എ, എസ് എ, ഡബ്ല്യു ഐ. ഷിഫ്റ്റ് പ്ലസ് ദിസ് വേവ് സിമ്പിൾ, ഇതിന് ടിൽഡ് എന്നാണ് പറയുന്നത്. സ്പാനിഷ് ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഒ. ദെൻ ഷിഫ്റ്റ് എ ഒ, ഷിഫ്റ്റ് ക്യു ഔ, ഷിഫ്റ്റ് ഡി പ്ലസ് എക്സ് അം, ദെൻ ഷിഫ്റ്റ് പ്ലസ് ഹൈഫൺ ആ. ഓക്കെ, വ്യഞ്ജനാക്ഷരങ്ങൾ. കെ ഫോർ ക, ഷിഫ്റ്റ് പ്ലസ് കെ ഖ, ഐ ഗ, ഷിഫ്റ്റ് പ്ലസ് ഐ ഖ, ഷിഫ്റ്റ് പ്ലസ് യു ങ, സെമിക്കോളൻ ച, ഷിഫ്റ്റ് പ്ലസ് സെമിക്കോളൻ ച, പി ജ, ഷിഫ്റ്റ് പ്ലസ് പി ഛ, ഷിഫ്റ്റ് പ്ലസ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഞ, ദെൻ ഡിറ്റോ ട, ഷിഫ്റ്റ് പ്ലസ് ഡിറ്റോ ട, ഓപ്പനിംഗ് ബ്രാക്കറ്റ് ഡ, ഷിഫ്റ്റ് പ്ലസ് ഓപ്പനിംഗ് ബ്രാക്കറ്റ് ഡ, ഷിഫ്റ്റ് പ്ലസ് സി ന, എൽ ഫോർ ത, ഷിഫ്റ്റ് പ്ലസ് എൽ ധ, ഓ ദ, ഷിഫ്റ്റ് പ്ലസ് ഓ ധ, വി ന, എച്ച് പ, ഷിഫ്റ്റ് പ്ലസ് എച്ച് ഫ, വൈ ബ, ഷിഫ്റ്റ് പ്ലസ് വൈ ഭ, ദെൻ സി മ. ക്വസ്റ്റ്യൻ മാർക്ക് യ, ജെ ര, എൻ ഫോർ ല, ദെൻ ബി വ, ഷിഫ്റ്റ് പ്ലസ് എം ഷ, ലെസ് ദാൻ സിമ്പിൾ ഷ, എം സ, യു ഫോർ ഹ. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. സോ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ISM. Then this is already in Malayalam. Okay, we can start. K for Ka. Increase the size. Okay. Then shift plus K, Kha, I Ga, shift plus I Kha, then shift plus U Nga, semicolon Cha, shift plus semicolon Cha, P Ja, shift plus P Cha, then shift plus closing bracket, that is nya. ഇനി റാൻഡമായിട്ട് ചില അക്ഷരങ്ങളോടെ നോക്കാം. ബി ഫോർ വ, ദെൻ വൈ ബ, സി മ, ക്വസ്റ്റ്യൻ മാർക്ക് യ, ജെ ര, എൻ ല. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, എന്നാലും അത് പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്കത് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ നോക്കി. ഈ ക്ലാസ്സിൽ വ്യഞ്ജനാക്ഷരങ്ങൾ. അടുത്ത ക്ലാസ്സിൽ കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ചിഹ്നങ്ങളും നോക്കാം. ടിൽ ദെൻ ബൈ.